പള്ളിക്കൂദാശക്കാലം രണ്ടാം തിങ്കൾ. മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ധനികനായ യുവാവ്. സന്തോഷത്തോടെ വന്ന ആ യുവാവ് ആ വചനം കേട്ട് സന്തോഷത്തോടെ തിരിച്ചുപോയി. അവന്റെ വലിയ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണമത്രേ. അവന്റെ സന്തോഷത്തിന്റെ കാരണം അവൻ പ്രമാണങ്ങളെല്ലാം പാലിച്ച് ഇരുന്നവനായിരുന്നു എന്നതാണ്. മനുഷ്യബന്ധങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് പ്രമാണങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത്. അത് മാനിക്കാതെ പ്രമാണ പാലനം വെറും കപടതയാണ്. കാണപ്പെടുന്ന സംഹാദരന്റെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. ദൈവമാണ് വിലമതിക്കാനാവാത്ത സമ്പത്ത്. ഇത് തിരിച്ചറിഞ്ഞവൻ എന്ത് വില കൊടുത്തും അത് സ്വന്തമാക്കാൻ പരിശ്രമിക്കും. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വെക്കുവിൻ. ഒടുങ്ങാത്ത നിശ്ചയം സ്വർഗത്തിൽ സംഭരിച്ചു വെക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിങ്ങളുടെ നിശ്ചയം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. ഇങ്ങനെ ലൗകിക സമ്പത്തിന്റെ അപകടത്തെ കുറിച്ചുള്ള പാഠങ്ങൾ സുവിശേഷത്തിൽ ആദ്യം നിറഞ്ഞു നിൽക്കുന്നു. നിശ്ചലമായ സുഖങ്ങളെ തേടി അലയുന്നവർക്ക് നഷ്ടപ്പെടുന്നത് അനശ്വരമായ ജീവിതമാണ്.